ബലാറസിലെ ഒരു ഹൈ സ്നോഫോളാണ് ഇന്ന് ഇവിടെ എത്തിയ. പിന്നെ ഈ 5 ദിവസത്തിലെ ആദ്യത്തെ സ്നോഫോളിങ് ഉണ്ടായിരുന്നു, എന്നാൽ ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഇപ്പോൾ ഹൈ സ്നോഫോൾ കിട്ടിയത്. ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതാണ്. ആൽബിനുള്ള ഫുഡ് പാഴ്സൽ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ 5 പേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഇത് ഇവിടുത്തെ ഒരു തിയേറ്ററാണ്. അയ്യോ, പരിപാടികളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളി മഞ്ഞുണ്ട്. ഇത് ഞങ്ങളുടെ സ്ട്രീറ്റ് ആണ്. ഞങ്ങൾ 2ാമത് റൂം മാറി അവിടുത്തെ സ്ട്രീറ്റ് ആണത്. നേരത്തെ കണ്ട തിയേറ്ററിന്റെ സൈഡിലുള്ള റോഡാ. ഇപ്പൊ ഹെവി സ്നോഫോളാണ് ഇവിടെ. മഞ്ഞ് മേലിക്ക് വന്നിട്ട് കണ്ണിലൊക്കെ പോണു. പക്ഷെ ഇവിടെ കാണാൻ നല്ല വൈബാ. ടൂറിസ്റ്റിന് പറ്റിയ സ്പോട്ടാ ബെലാറസ്. ടൂറിസത്തിന് പറ്റിയ സ്ഥലമാ. ഇത്ര മഞ്ഞ് മൂടി പോവാൻ അടിപൊളിയാ. നമ്മൾ എങ്ങോട്ട് ഫോൺ തിരിഞ്ഞാലും അത്ര ബ്യൂട്ടിഫുൾ അവിടുത്തെ പ്ലേസുകൾ. ഇവിടെ കുറെ കുഞ്ഞു പിള്ളേര് മഞ്ഞിലൊക്കെ കളിക്കുന്നുണ്ട്. ഞങ്ങള് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ട്, അപ്പോൾ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോയതാ. ബിരിയാണി കഴിച്ച്. ഹൈദരാബാദുള്ള ഫാമിലിയാ, കിങ്സ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടീവായിരുന്നു. ഞങ്ങൾക്ക് ഫുഡ് കുറച്ച് കൂളൊക്കെ തന്ന്, ഇന്ത്യൻസ് ആയ കാരണം. അവിടെ ചെന്നപ്പോൾ കുറച്ച് ബെലാറഷ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് അവർ ചോദിച്ചത് റേറ്റിംഗ് മാത്രമാണ്. ഞങ്ങളോട് നല്ല റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞു. കാരണം അവരും തുടങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഒരു ഫാമിലി റേറ്റിംഗ് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതെ, ഒരു ഫാമിലി നടത്തുന്നതാ. അമ്മ, അച്ഛൻ, മോൻ. അവിടെ വേറെ പഠിക്കാരൊന്നുമില്ല, അവർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഫുഡ് കുറേ നാൾക്ക് ശേഷം നാട്ടിലെ ഫുഡ് കഴിക്കുമ്പോഴേ അത് ഇവിടെ വന്നിട്ട് കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക്? നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി? അടിപൊളിയായിരുന്നു. ഒരാഴ്ചയായിട്ട് ഇന്ത്യൻ ഫുഡൊന്നും കഴിക്കാത്ത കാരണം ഞങ്ങളൊന്ന് വീക്കായി വന്നതായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ ഓണായി. ബാക്കി റൂമിലെത്തിയിട്ട് ഈ കാണുന്നത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വാങ്ങിക്കണം. ഇപ്പോൾ പുതിയ റൂം മാറി. പിന്നെ എവിടെയാ പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ. റഷ്യനെ അറിയാത്തോണ്ട് എപ്പോഴും ചിരിക്കും. സൂപ്പർ മാർക്കറ്റിലുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സായി, ഇന്ത്യൻ കസ്റ്റമേഴ്സ്. അഡ്നാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദിനാൻ എനിക്ക് എപ്പോഴും തെറ്റും. ഇതൊക്കെ സ്നോഫോൾ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇവിടെ കിട്ടും. എല്ലാ ടൈപ്പും കിട്ടും. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ എല്ലാ സാധനവും കിട്ടും കേട്ടോ. നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും കിട്ടും. നാട്ടിലേക്കാൾ കിട്ടും.
എന്തെടുക്കണേ? ആ ബർഗർ ഉണ്ടാക്കാം. ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട്. അച്ചാറ്, ഉപ്പിലിട്ട മാങ്ങ, തേങ്ങ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനമുണ്ട്. എന്താ സംഭവം മനസ്സിലായില്ല. അച്ചാറൊക്കെ ഉണ്ട്. ഈ കൗണ്ടർ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകൂടിയന്മാർക്കുള്ളതാണ്. ഏറ്റവും വലിയ ബീറടിയന്മാർക്ക് 1 ലിറ്റർ 2 ലിറ്ററൊക്കെ ബീർ കിട്ടും. ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളുകൂടിയന്മാർക്ക് ഉള്ള അതാണ്. സൈഡ് റോ മീറ്റ്സ് കിട്ടും. ബീഫ്, പോർക്ക്, ചിക്കൻ പാക്കിലായിട്ട് കിട്ടും. റോ മീറ്റ് അപ്പുറ സൈഡിൽ കുക്ക് ചെയ്ത്. നമുക്കിപ്പോൾ കുക്ക് ചെയ്താണ് വേണ്ടത്. ഓവനിലിട്ട് നമ്മൾ ചൂടാക്കി ജസ്റ്റ് എടുത്ത് കഴിച്ചാൽ മതിയാവും. അപ്പം നമ്മൾ അത് ചൂസ് ചെയ്യണുള്ളൂ. അന്ന് സാധനം സലാഡാണ്. ഇതൊക്കെ സലാഡിൻ്റെ ഐറ്റംസാണ്. സലാഡ് നമ്മൾ റൂമിൽ കുക്ക് ചെയ്യും. വെജിറ്റബിൾസ് വേണ്ടിട്ടുണ്ട്. ആ സോസേജ്. കിട്ടിയാ? അപ്പൊ നമ്മ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയുണ്ട്. ഇനിയിപ്പോ റൂമിലോട്ട് പോവാ. ഈ കോഴിക്കോട്ടുകാരൊക്കെ എന്തിനാ നമ്മുടെ ഭാഷ പഠിക്കണേ? നീ എന്തിട്ട് കളിക്കണേ? നിനക്ക് ഇജ്ജു കുജ്ജുന്നറിയോ? ഇവിടെ തണ്ടലടിച്ചു കേട്ടോ. തണുപ്പ് കുറവാണ്, പക്ഷെ നല്ല രീതിക്ക് എന്തോരുണ്ട് സ്നോഫോൾ. ഇപ്പൊ എങ്ങനെയുണ്ട് സ്നോഫോൾ? കുറഞ്ഞില്ലേ? ഓ ഇപ്പൊ കുറഞ്ഞു. മഴ പെയ്ത് വെക്കണമല്ല തന്നെ. ഏതാ ബിരിയാണി വെക്കണ്ടേ? ആ ബിരിയാണി വെക്കാലോ. ഇപ്പൊ വെക്കണോ? ഇപ്പൊ വെക്കണ്ട.